വിദേശ സർവകലാശാല വേണ്ടെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വിദേശ സർവകലാശാല വരാതിരിക്കില്ല ഇവിടെ. അതേന്ന് നിങ്ങൾ സ്വാശ്രയം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാശ്രയം വേണ്ടെന്ന് പറഞ്ഞാൽ മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, പരിമിതി അതാണ്. ഞങ്ങൾ നിലപാടുകൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. നിലപാടുകൾ ചിലത് ഞങ്ങളുടെ നിലപാട് തന്നെ ഞങ്ങൾക്ക് നടപ്പിലാക്കാനാവാത്ത സാഹചര്യം വരുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആരും ഷീറ്റിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി വരുന്നു. അല്ലല്ല ഞങ്ങൾ അല്ലല്ല നിർബന്ധിക്കപ്പെടുകയാണ്. അതാ കാര്യം. CPIM നിലപാട് അല്ലെങ്കിൽ CPIയുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് ധരിച്ചതേ തെറ്റ്. അതാദ്യം മനസ്സിലാക്കാതെ കൊണ്ടാണ് ഈ അബദ്ധത്തിലേക്ക് മുഴുവൻ ചെന്ന് ചാടുന്നത്. CPIMൻ്റെ രാഷ്ട്രീയ നിലപാടല്ല ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. അത് തന്നെയാണ് അന്നും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇല്ല ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല സംസ്ഥാന ഗവൺമെൻറ്. നയിക്കുന്നയാൾ തന്നെ മാറേണ്ട കാര്യം ഇപ്പോഴും നമ്മുടെ മുമ്പിലില്ലല്ലോ. ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഇനി അതിൻ്റെ തുടർച്ച വരുമ്പോൾ അന്നത്തെ പരിസ്ഥിതിയിലാണ് തീരുമാനിക്കുക. നമസ്കാരം. വിദ്യാഭ്യാസ മേഖലയിലെ പലവിധ മാറ്റങ്ങളെയും നഖശിഖാന്തം എതിർത്തിരുന്നവർ ആണ് ഇടതുപക്ഷം. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു ഇടത് വർഗ ബഹുജന സംഘടനകൾ നടത്തിയത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോഴാണ് സ്വകാര്യ സർവകലാശാല ബില്ലിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയതും ബിൽ നിയമസഭയിൽ എത്തിയതും. ഇതിനിടെയാണ് സ്വകാര്യ സർവകലാശാലകളെ അനുവദിക്കുന്നതിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഈ വിചിത്രവാദം. സ്വകാര്യ സർവകലാശാല CPIM നയം അല്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് എന്നും ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. ഒരു നിയന്ത്രണവും ഇല്ലാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ ആകും എന്നതാണ് സ്ഥിതി. അവ്യക്തതകളുടെ കൂടാരമാണ് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. അക്കാദമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഒരാൾക്ക് അഡ്മിഷൻ നൽകാം എന്ന വ്യവസ്ഥ ഉണ്ട് എന്നും VD സതീശൻ കുറ്റപ്പെടുത്തുന്നു. കേരളത്തിലെ പൊതു സർവകലാശാലകളിൽ വിദേശത്ത് പുറത്തോ എവിടെയെങ്കിലും ക്യാമ്പസ് തുടങ്ങുന്നതിനുള്ള അനുവാദമില്ല. എന്നാൽ പുതിയതായി വരുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് പുറത്ത് വിദേശത്ത് ക്യാമ്പസ് തുടങ്ങുന്നതിനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിൽ നിലവിലുള്ള പൊതു സർവകലാശാലകളെ തകർക്കുന്നതിന് കാരണമാകുമോ തുടങ്ങിയ ഗൗരവതരമായ വിഷയങ്ങൾ. പിന്നെ ഫീസ് സംബന്ധിച്ച് ഫീസ് അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ക്ലോസ് 11(6) അനുസരിച്ചിട്ട് ഫീസും മറ്റ് ചാർജുകളും നിശ്ചയിക്കുകയും ആവശ്യപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വരുന്ന സർവകലാശാലകളാണ്. സർക്കാരിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും അതിൻ്റെ മീതെ ഇല്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. ഗൗരവതരമായ ചർച്ച നടത്തിയിട്ട് വേണം ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാണ്. ഇനി സ്വകാര്യ സർവകലാശാലകളെ ശക്തിപ്പെടുത്തുമ്പോൾ പൊതു സർവകലാശാലകളെ ദുർബലപ്പെടുത്തുന്ന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റുന്ന ബില്ലാണ് 2-3 ബില്ല് സർവകലാശാല ബില്ലുകൾ. സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഈ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് സർവകലാശാലകൾ അനുവദിക്കുന്നതിനെതിരെ നിയമസഭയ്ക്ക് മുന്നിൽ ഇന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനയായ AISF പ്രതിഷേധം നടത്തിയത്. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നു CPIM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ, ശ്രീ മുഹമ്മദ് ഷമ്മാസ് KSU നേതാവ്, AISF നേതാവ് B ദർശിത്, പ്രൊഫസർ AG ജോർജ് റിട്ടയർഡ് അധ്യാപകർ എന്നിവർ ആണ്. ആദ്യം ഞാൻ ഷിജു ഖാനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾ MV ഗോവിന്ദൻ്റെ പ്രതികരണം കേട്ടിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. വളരെ വിചിത്രമായൊരു പ്രതികരണമായിട്ടാണ് എനിക്കതിനെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുന്നു, ഇടതുപക്ഷമാണ് സർക്കാർ രൂപീകരിച്ചത്, CPIM ആണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത്, വകുപ്പ് മന്ത്രിമാരുടെ കാര്യത്തിലടക്കം പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത്, അതാണ് പലപ്പോഴും പിന്നീട് നടപ്പിലാക്കുന്നതൊക്കെ. പക്ഷേ CPIMൻ്റെ നയങ്ങൾ നടപ്പിലാക്കുകയല്ല സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ വഴികൾ ഇല്ലാതെയാണ് ഈ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് സ്വീകരിക്കുന്നത് എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അത് സാമാന്യ ജനത്തിന് ദഹിക്കുന്ന ഒരു പ്രതികരണമാണോ ഡോക്ടർ ഷിജു ഖാൻ?
CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത് തന്നെയാണ്. അതിനെ വിചിത്രവാദം എന്ന് അങ്ങ് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കേരളീയ സമൂഹവും അങ്ങ് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു യൂണിയനിൽ പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും സംസ്ഥാന ഗവൺമെൻറ്റുകളും യൂണിയൻ ഗവൺമെൻറ്റും ഉൾപ്പെടുന്ന ഒരു രാജ്യത്ത് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റുകൾ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് തുടർന്നു വരുന്ന രീതിയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അതത് സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണവും നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രിക്കാനോ സംസ്ഥാനങ്ങൾക്ക് ഇടപെടാനോ സാധിക്കാത്ത വിധം കേന്ദ്ര ഗവൺമെൻറ് സർവാധികാരങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട്. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളായി നമ്മുടെ എയ്ഡഡ് കോളേജുകളെയും മറ്റ് സ്ഥാപനങ്ങളെയും മാറ്റി സാമൂഹ്യ നിയന്ത്രണമോ സർക്കാർ നിയന്ത്രണമോ ഇല്ലാത്ത വിധം ഇവയെല്ലാം മുന്നോട്ട് പോകാൻ രാജ്യത്തെ മാനേജ്മെൻറ്റുകളും സ്വകാര്യ സ്ഥാപനങ്ങളുമൊക്കെ ആഗ്രഹിക്കുക. ശരി, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളെയും ഫോറിൻ യൂണിവേഴ്സിറ്റികളെയും നിയമപരമായി പെർമിറ്റ് ചെയ്തിരിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് വേർപെടുത്തി നമുക്ക് ഒരു സ്റ്റേറ്റിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ അനുഭവങ്ങളെ വിലയിരുത്താൻ കഴിയില്ല. ശരി, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് തടസ്സം നിന്നാലും ആ തടസ്സങ്ങളെ മുഴുവൻ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് അനുവാദം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്. ഇങ്ങനെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിയന്ത്രണങ്ങളോടുകൂടിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അതിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളിലും സർക്കാരിൻ്റെ ശ്രദ്ധയും സാമൂഹ്യ നിയന്ത്രണവും റിസർവേഷനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും പരിപാലിച്ചുകൊണ്ടും പരിരക്ഷിച്ചുകൊണ്ടും ഒരു സ്റ്റേറ്റ് നിയമനിർമ്മാണം നടത്തുന്നു. മറ്റ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾക്കൊന്നുമില്ലാത്ത വിധം ശക്തമായ സാമൂഹ്യ നിയന്ത്രണമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഫോറിൻ യൂണിവേഴ്സിറ്റികൾ രാജ്യത്ത് അനുവദിക്കുന്ന നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. വിദേശത്തെ സ്ഥാപനങ്ങൾക്കിവിടെ സ്വകാര്യ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പെർമിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ സാമൂഹ്യ നിയന്ത്രണത്തിന് കീഴിൽ ഇത്തരം സ്ഥാപനങ്ങളെ പരിപാലിക്കുക. ശരി, മുഴുവൻ കയറൂരി വിട്ടുകൊണ്ട് ഡീംഡ് പദവികൾ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ എയ്ഡഡ് സ്ഥാപനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആർക്കും നിയന്ത്രിക്കാനാവാത്ത അപകടങ്ങളിലേക്ക് ചെന്ന് പെട്ടുകൂടാ. ശരി, അതിന് സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് സ്റ്റേറ്റ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ഡോക്ടർ ഷിജു ഖാൻ, ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെടണമെന്നും പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞു അവതാരകനായ എൻ്റെ ചോദ്യത്തിലും ജനങ്ങൾക്ക് സംശയമുണ്ടാകുമെന്ന്. പിന്നീടാണ് ഞാൻ ആലോചിച്ചത് ദർശിത്ത് നമ്മുടെ കൂടെ ചർച്ചയ്ക്കുണ്ടല്ലോ എന്ന്. ഇന്ന് ദർശിത്തും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് വലിയൊരു പ്രതിഷേധം നിയമസഭയിലേക്ക് നടത്തിയിരുന്നു. എന്താണ് ദർശിത്ത് ഈ ഷിജു ഖാനും അതുപോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറയുന്നത് നിങ്ങൾക്കെങ്കിലും ബോധ്യപ്പെടാതെ പോകുന്നത്? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഷിജു ഖാനും നേരത്തെ നമ്മൾ കണ്ട വീഡിയോ ക്ലിപ്പിൽ പരാമർശിക്കപ്പെട്ടതുപോലെ ശ്രീ സഖാവ് MV ഗോവിന്ദൻ സഖാവും പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് AISF-ൻ്റെ നിലപാട് ആദ്യം വ്യക്തമാക്കട്ടെ. ഞങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് സ്വകാര്യ മൂലധനം നിക്ഷേപം അനുവദിക്കുന്നതിന് എതിരാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധന നിക്ഷേപം ഉണ്ടാകുന്നത് വഴി വിദ്യാഭ്യാസത്തെ കൃത്യമായി കച്ചവട ചരക്കാക്കുന്ന
വാണിഭത്തിന് അവസരം വെക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായാൽ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കാലങ്ങളായി നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യങ്ങൾ തകരുന്നതിന്, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം തകരുന്നതിന്, വിദ്യാർത്ഥി ചൂഷണത്തിന്, അധ്യാപക ചൂഷണത്തിന്, ഫീസ് ഉൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക്, ഫീസിൻ്റെ പേരിലുണ്ടാകുന്ന ആത്മഹത്യകൾക്കൊക്കെ തന്നെ വരും കാലങ്ങളിൽ കേരളം സാക്ഷിയാകേണ്ടി. അവിടെയാണല്ലോ ഷിജു ഖാൻ അതിനൊരു എക്സ്പ്ലനേഷൻ നൽകി കഴിഞ്ഞല്ലോ. അതായത് കേന്ദ്രം ഈ യൂണിവേഴ്സിറ്റികൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരമേൽ വേദനാജനകമായൊരു തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് എം.വി. ഗോവിന്ദനും പറഞ്ഞത്. അല്ല, കേന്ദ്ര ഗവൺമെൻറ് ഒരു നയം നടപ്പിലാക്കുന്നു, ഒരു പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയപ്പോൾ അതിന് ഏറ്റവും ആദ്യം എതിർത്ത രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI-യും CPI-യും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം AISF-ഉം SFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഈ പറയുന്ന പുത്തൻ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന ആളുകളാണ്. ശരി, അങ്ങനെ ഒരു പുത്തൻ വിദ്യാഭ്യാസ നയം കേരളത്തിലെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മുഴം മുന്നേ ഞങ്ങളും നീട്ടി എറിഞ്ഞേക്കാം എന്നുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ഈ നടത്തുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ ഷിജു ഖാൻ പറഞ്ഞതുപോലുള്ള നിലപാടിനോട് ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ തമിഴ്നാടിൻ്റെ ഉദാഹരണമുണ്ട്. നീറ്റ് എക്സാം ഉൾപ്പെടെയുള്ള ത്രിഭാഷ പോളിസിയുമായി ബന്ധപ്പെട്ടൊക്കെ തമിഴ്നാട് നടത്തിയ ചെറുത്തുനിൽപ്പുകൾ നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. അപ്പം ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്കോ പോരാട്ടങ്ങൾക്കോ തയ്യാറാവാതെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പോളിസി നടപ്പിലാക്കുന്നു, ഒരു നിയമം കൊണ്ടുവരുന്നു. അത് കേരളത്തിലെ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും ബാധകമാക്കിക്കൊണ്ടിരിക്കുന്നു, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുഴം മുന്നേ ഞങ്ങൾ കൂടെ അതിൻ്റെ ഭാഗമായേക്കാം എന്നുള്ളത് ഒരിക്കലും AISF പോലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് അംഗീകരിച്ചു പോകാൻ കഴിയില്ല. റൈറ്റ്. ഡോക്ടർ ഷിജു ഖാൻ, ഞാൻ ഈ സംശയം താങ്കളോട് ചോദിക്കാനാണ് കരുതി വെച്ചിരുന്നത്. അത് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ AISF-ന്റെ നേതാവ് ചോദിക്കുമ്പോഴാണല്ലോ കുറച്ചുകൂടി ആധികാരികത കൈവരുക. അപ്പോൾ ജനങ്ങൾക്ക് മാത്രമല്ല, താങ്കളുടെ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ബോധിക്കുന്നില്ല. ശ്രീ ഷിജു ഖാൻ, താങ്കളുടെ മറുപടിയും M.V. ഗോവിന്ദന്റെ പ്രതികരണം. അല്ല, AISF സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അവർക്ക് ഏത് വിഷയത്തെ സംബന്ധിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും. പക്ഷേ അത് KSU-യും ABVP-യും പോലുള്ള സംഘടനയല്ലല്ലോ. അത് താങ്കൾക്ക് അറിയാമല്ലോ. ദയവിത് കേൾക്കൂ. വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന KSU-വും ABVP-യും ഒക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ AISF ഒരു നിലപാട് സ്വീകരിക്കുന്നതിനെയോ അല്ലെങ്കിൽ വിമർശനപരമായ ഒരു വിഷയത്തെ കാണുന്നതിനെയോ പിന്നെ ഞാൻ അസഹിഷ്ണുതയോടെ കാണേണ്ടതില്ല. എന്നാൽ AISF പറയുന്നതെല്ലാം ശരിയാണെന്ന് സമർത്ഥിക്കേണ്ട ഉത്തരവാദിത്വവും എനിക്കില്ല. AISF-ന് ആ വിഷയത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭാഗമായി UGC പുറപ്പെടുവിക്കുന്ന പല ഘട്ടങ്ങളിലെ റെഗുലേഷനുകളെയും ഗൈഡ് ലൈനെയും കുറിച്ചും, ഫോറിൻ യൂണിവേഴ്സിറ്റികൾ രാജ്യത്ത് സ്ഥാപിതമായ നിയമനിർമ്മാണത്തെക്കുറിച്ചും, അതിൻ്റെ ഭാഗമായി ഒരു ഫെഡറൽ ഘടനയിൽ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും തീർച്ചയായിട്ടും AISF ആ വിഷയത്തെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇപ്പോൾ നമുക്കറിയാം, ഓട്ടോണമസ് കോളേജുകളിലും ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. AISF-ന്റെ നേതാവിനറിയാം. ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഒരാൾക്കും, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവിടുത്തെ ഫീസ് സ്ട്രക്ചറിൽ ഇടപെടാൻ കഴിയില്ല, അവിടുത്തെ അഡ്മിഷനിൽ ഇടപെടാൻ കഴിയില്ല, അവിടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ ഏർപ്പെടുത്തണമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ കയറൂരി വിട്ടിരിക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങളെ രാജ്യം ഭരിക്കുന്നവർ. AISF പോലുള്ള സംഘടനകൾ, SFI ശക്തമായി ഇത്തരം വിഷയങ്ങൾ നിലപാട് സ്വീകരിക്കുമ്പോൾ AISF അഭിപ്രായം പറയണം. ഡീംഡ് യൂണിവേഴ്സിറ്റികളെ കയറൂരി വിട്ടിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. ഇവിടെ നിയമനിർമ്മാണം സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും UGC-യുടെയും കൽപ്പനകൾക്ക് അനുസരിച്ച് നമ്മുടെ എയ്ഡഡ് സ്ഥാപനങ്ങളടക്കം ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളായി മാറാനുള്ള താല്പര്യം പ്രകടിപ്പിക്കും. നമ്മുടെ എയ്ഡഡ് സ്ഥാപനങ്ങളടക്കം നമ്മുടെ ഇന്ന് സാമൂഹ്യ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയെയും ഗൗരവത്തോടെ കാണണം. AISF എന്നത് ശ്രദ്ധിക്കുന്നില്ല.
ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് എവിടെയാണ് സോഷ്യൽ കൺട്രോൾ, എവിടെയാണ് സാമൂഹ്യ നിയന്ത്രണം? അല്ല, അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ വിദേശ സർവകലാശാലകൾ വരുമ്പോൾ വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബഹുമാന്യനായ വി ഡി സതീശന്റെ പ്രതികരണങ്ങൾ ഓരോന്നായി നിങ്ങളിപ്പോ ക്ലിപ്പിംഗ് കണ്ടല്ലോ. അദ്ദേഹം ഇതിനെ തള്ളിയോ? ഇത് സമ്പൂർണ്ണമായി നിരാകരിച്ചോ? ഇല്ല. ഇത് അപ്പാടെ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടോ? തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകണം എന്നാണ്. സാധാരണ ശ്രീ വി ഡി സതീശന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടി എന്താ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റികളെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ താല്പര്യമെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. അന്ന് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു സാധ്യമല്ല, ഈ ബില്ല് രാജ്യത്ത് നടപ്പാക്കാൻ സാധ്യമല്ല എന്ന നിലപാടെടുത്തവരാ ഞങ്ങൾ. പിന്നീട് കോൺഗ്രസും പിന്നീട് അധികാരത്തിൽ വന്ന BJPയും എല്ലാം കൂടി കൈകോർത്തു. ഇവരാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി രാജ്യത്ത് കൊണ്ടുവന്നത്. ഇവരാണ് ഫോറിൻ യൂണിവേഴ്സിറ്റികൾ രാജ്യത്ത് കെട്ടടിച്ചു വിട്ടത്. അതിൻ്റെ വലിയ പ്രയാസങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളെ ഒരു നിയമം കാണിക്ക്. ന്യൂസൈറ്റിന്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു ഉത്തരവെങ്കിലും കാണിക്കാൻ കഴിയും. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ചോദിക്കുന്നു അഭിപ്രായം എന്താണ്? വി ഡി സതീശന്റെ നിലപാടുകളോട്, കോൺഗ്രസിന്റെ നിലപാടുകളോട് KSU യോജിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഈ വിദേശ സർവകലാശാലകളെ സംബന്ധിച്ചും സ്വകാര്യ സർവകലാശാല ബില്ലിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായ നിലപാട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത് വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസ നിലവാരവും നമ്മുടെ നാട്ടിലെ പൊതുവായ സാഹചര്യവും ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ അത് നേരത്തെ UDF ഗവൺമെൻറ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചപ്പോഴും ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഇവർ ഈ പറയുന്നവർ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ നിലപാട് എന്നുള്ള രീതിയിലല്ല. ഇപ്പോൾ CPM സംബന്ധിച്ച് 10 വർഷം കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഷയാണ്. അതെ, അത് ഗോവിന്ദൻ മാഷ് അതിനെ ഇന്ന് കുറച്ചും കൂടെ വക്രീകരിച്ച് പറഞ്ഞു. പാർട്ടിയുടെ ഒരു പൊതുനയമായിരിക്കണമല്ലോ. ഇവരിപ്പോൾ പറയുന്ന ഗോവിന്ദൻ മാഷാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ഈ പറഞ്ഞ ഷിജു ഖാൻ ആണെങ്കിലും പറയുന്നത് ഈ പറഞ്ഞ ജനങ്ങൾക്ക് പോകട്ടെ, സ്വന്തം മുന്നണിയിൽപ്പെട്ട ആളുകൾക്കെങ്കിലും മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ഒന്ന് ശ്രമിക്കണം. ഇത് ഒരു തരത്തിലുള്ള വ്യക്തതയും ഇത് സംബന്ധിച്ച് സർക്കാരിനും CPM-നും ഇല്ല. ഗോവിന്ദൻ മാഷ് എന്താ ഇന്ന് പറയുന്നത്? ഇപ്പം നടപ്പിലാക്കുന്നത് LDFന്റെ നയമല്ല, മറിച്ച് അത് സർക്കാരിൻ്റെ തീരുമാനമാണെന്നാണ്. സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളിലും LDFന് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ഇവർ തയ്യാറാവേണ്ടേ? ഒരു വശത്ത് ഇവർ പറയുകയാണ് ഞങ്ങൾ അന്നെടുത്ത നിലപാട് തെറ്റാണ്, അത് കാലോചിതമായി ഞങ്ങളത് അതിൽ മാറ്റം വരുത്തി, ഞങ്ങൾ ആ നിലപാട് തിരുത്തി മുന്നോട്ട് പോകുന്നു എന്ന് പറയാനുള്ളൊരു ആർജവമെങ്കിലും കുറഞ്ഞ പക്ഷം ഇവർ കാണിക്കണ്ടേ? ഇവരുടെ അതിനുള്ള ധാർമ്മികതയും അതിൽ ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ ഒരു വശം. അതുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ പലതവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട ഇവരുടെ നിലപാട് എന്തായിരുന്നു? കാലങ്ങളിൽ അവർ സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നു? ഇവർ ഉയർത്തിയ സമരങ്ങൾ എന്തായിരുന്നു? ഇവർ കൊടിപിടിച്ച വിഷയങ്ങൾ എന്തായിരുന്നു? ഇതേ പറഞ്ഞ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ UDF ഗവൺമെൻറ് മുൻകൈയെടുത്ത് അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും ചർച്ചകളും മുന്നോട്ട് വെച്ചപ്പോൾ ഒരു ചർച്ചക്കുള്ള വേദി പോലും ഒരുക്കാതെ ഈ പറഞ്ഞ TP ശ്രീനിവാസന്റെ മുഖത്തടിച്ച് അതിനെ ചവിട്ടി പുറത്താക്കാൻ തീരുമാനമെടുത്ത ആളുകളാണ് ഇന്നിപ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കേണ്ടി വരുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അക്കാര്യത്തിൽ നിലപാടുണ്ട്. ഞങ്ങൾ ഇതിനെ പൂർണ്ണമായും തള്ളിയിട്ടില്ല. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്ക് ആവശ്യമാണെന്ന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വി ഡി സതീശൻ പറയുന്നത് ഇത് കേരളത്തിന്റെ സർവകലാശാലകളെ അടക്കം വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ്. തീർച്ചയായും അതുണ്ട്. അത് തന്നെയാണല്ലോ പ്രതിപക്ഷം അത് വളരെ കൃത്യമായി ആ ബില്ലിലെ പോരായ്മകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഏത് സാഹചര്യത്തിലാണ് CPM ഇങ്ങനെ ഒരു നയം മാറ്റവുമായി സർക്കാർ മുന്നോട്ട് വരുന്നതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലെ പൊതു സർവകലാശാലകളുടെ അന്തരീക്ഷം എന്താണ്? ഇന്നിപ്പോൾ ഇവിടെ പഠിക്കാൻ തന്നെ കുട്ടികളില്ല. എന്തുകൊണ്ടാണ്? ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന ഒരു ചോദ്യം, അതിനെക്കുറിച്ച് പോലും ഒരു പഠനം നടത്താതെ അവരിപ്പോൾ ജോലി ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ എന്ത് കണ്ടിട്ടാണ് സർക്കാർ ഇങ്ങനെ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകും?
ബില്ലിലെ വ്യവസ്ഥകൾ കേട്ടാൽ അത് പുറത്തു വന്നാൽ ഒരുപക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പ്രകടമാകുന്ന രീതിയിലേക്കാണ്. ഒരുപക്ഷെ ഈ സ്വകാര്യ സർവകലാശാലയും വിദേശ സർവകലാശാലയും സ്വാഗതം ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കച്ചവട താല്പര്യം മുൻനിർത്തിയിട്ടുള്ള ഒരു സമീപനത്തെ അംഗീകരിച്ച് പോകാനും ഇനി എന്ത് മുൻ നിലപാടിൻ്റെ പേരിലായാലും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അത് വളരെ പ്രകടമാണ്. ഇവർ ഈ പറഞ്ഞ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഷിജുകാന്തൻ ഇവിടെ പറഞ്ഞു സാഹചര്യവശാൽ എന്ന് പറഞ്ഞു, സവിശേഷമായ സാഹചര്യത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ നടപ്പിലാക്കാൻ പോവുകയാണ്, എന്നാൽ പിന്നെ ഞങ്ങളും അങ്ങ് അതിൻ്റെ ഭാഗമാകുകയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ധ്വനി അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ ഉണ്ടായി. എങ്ങനെയാണ് അങ്ങനെ ഇത് ന്യായീകരിക്കാൻ കഴിയുക? ഒരു വ്യക്തത ഈ പറഞ്ഞ CPI നേതാക്കൾക്ക് പോലും വ്യക്തതയില്ല. കഴിഞ്ഞ ഈ തീരുമാനം ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ഘട്ടത്തിലാണ് SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് SFIക്ക് ഈ വിഷയത്തിൽ ആശങ്കയുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആശങ്ക ഇവർ പരിഹരിച്ചത്? അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് ക്യാബിനറ്റ് തീരുമാനവും ഇന്നിപ്പോൾ ബില്ല് നിയമസഭയിൽ വരുന്നതിനിടയിൽ SFIക്കുള്ള ആശങ്ക എങ്ങനെയാണ് ഇവർ മാറ്റിയത്? എന്ത് ആശങ്കയാണ് SFI മുന്നോട്ട് വെച്ചത്? അതിലെങ്ങനെ ഇവർ പരിഹാരം കണ്ടെത്തി? അതൊന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ പക്ഷേ അത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ, ഗോവിന്ദൻ മാഷിൻ്റെ ഭാഷയിലോ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഭാഷയിലോ അല്ല, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു നിലപാടെടുക്കാൻ വേണ്ടി കഴിയുമോ? ഇതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ ആളുകളെയും ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ രാഷ്ട്രീയപരമായി കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി മുടന്തൻ ന്യായങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഒരു സമീപനം ഈ വിഷയത്തിൽ അന്നും ഇടതുപക്ഷത്തിനില്ല, CPMനില്ല, ഇന്നുമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശരി, പ്രൊഫസർ AG ജോർജ്, ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്താണ് ഇങ്ങനെയൊരു പരാമർശം MV ഗോവിന്ദൻ നടത്തിയത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു മുന്നണി മത്സരിക്കുന്നു, അവിടെ ഒരു പാർട്ടി സംവിധാനമുണ്ട്. ഈ പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കുന്നത് സാധാരണ അവർ അധികാരത്തിലേറിയാൽ എന്ത് നടപ്പിലാക്കും എന്നതിൻ്റെ വാഗ്ദാനമായിട്ടാണല്ലോ. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നു LDFിൻ്റെ നയം അല്ലെങ്കിൽ CPMൻ്റെ നയമൊന്നുമല്ല സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന ഒരു വാദം. മറുഭാഗത്ത് ഇതാ ഷിജു ഖാൻ അടക്കം കേന്ദ്രത്തിനെയാണ് പറയുന്നത്. കേന്ദ്രം ഇങ്ങനെ ചെയ്താൽ പിന്നെ എത്രയോ തവണ കേന്ദ്രത്തിൻ്റെ നീക്കങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതികളടക്കം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയോ ബില്ലുകൾ ഇപ്പോഴും ഒപ്പിടാതെ കേന്ദ്രത്തിലേക്ക് അയച്ച സാഹചര്യമുണ്ട്. അങ്ങനെയൊരു ഇടതുപക്ഷത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ ആ പക്ഷത്തിൻ്റെ പ്രതിനിധികളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. താങ്കൾക്ക് എന്താണ് ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് തോന്നുന്നത്? അഭിലാഷ, ഈ സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമല്ല. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ നാളുകളായി സ്വകാര്യ സർവകലാശാലകൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ശരിയാണ്. അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായി അവിടുത്തെ ഒരു എക്കോ സിസ്റ്റം അനുസരിച്ചുള്ള നിയമങ്ങളും നിയമാവലികളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സ്വകാര്യ സർവകലാശാലകൾ ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പരിചയമുള്ള അഭിലാഷെ 2 അയൽ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട 2-3 സ്വകാര്യ സർവകലാശാലകളുടെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഒന്ന് ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, 2 ഈ തമിഴ്നാട്ടിലുള്ള SRM യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ VIT എന്ന് പറയുന്ന വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ പൂന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ഒരു സ്വകാര്യ സർവകലാശാലയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഹരിയാന ഭാഗത്തേക്ക് പോകുമ്പോൾ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്തതായിട്ടുള്ള സ്വകാര്യ സർവകലാശാലകൾ അഭിലാഷ ഇന്ത്യയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഇതിനകത്ത് പ്രധാനമായി കാണേണ്ടത്, ഇന്ത്യയിൽ 4 തരം സർവകലാശാലകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1 കേന്ദ്ര സർവകലാശാലകൾ, 2 സംസ്ഥാന സർവകലാശാലകൾ, 3 ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, 4ാമതായി വരുന്നതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഈ ആദ്യത്തെ 3 യൂണിവേഴ്സിറ്റികളും സ്വാഭാവികമായി ഒരളവ് വരെ സർക്കാരിന്റെ നിയന്ത്രണം ധാരാളമായിട്ടുള്ള 3 സർവകലാശാല. ഇവിടെ പറയുന്നത് കേട്ടു ഡീംഡ് യൂണിവേഴ്സിറ്റി ഒക്കെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന്. അത് അതിനെക്കുറിച്ചുള്ള പഠനത്തിലുള്ള അജ്ഞത കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അങ്ങനെ കയറൂരി വിട്ടൊന്നും ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന അപ്പെക്സ് ബോഡി നിയതമായിട്ടുള്ള ചട്ടങ്ങൾ, അധ്യാപക നിയമനത്തെ സംബന്ധിച്ച്, പരീക്ഷാ രീതികളെ സംബന്ധിച്ച്, മൂല്യനിർണയത്തെ സംബന്ധിച്ച്, പാഠ്യക്രമത്തെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കാലാകാലങ്ങളിൽ നൽകുന്നുണ്ട്. അതിന് പ്രകാരമാണ് ഈ പറയുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ കയറൂരി വിട്ടൊന്നും അല്ല പ്രവർത്തിക്കുന്നത്.
ഇവിടെ ഒരു പ്രധാന ചോദ്യം അഭിലാഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ കേരളത്തിൽ താമസിക്കുന്ന ഒരാളെന്ന രീതിയിൽ കേരളത്തിൽ 10-40 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കത്തക്ക ഒരു ഭൂമിക ഇന്ന് ഈ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം ഇതുവരെ ആരും അഭിസംബോധന ചെയ്തിട്ടില്ല. ഇവിടെ നമുക്കറിയാമല്ലോ 14ഓളം കൊച്ചു കേരളത്തിൽ 14ഓളം സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ സമയമെടുത്ത് അതിന്റെ പട്ടികകളൊന്നും നിരത്താനായി ശ്രമിക്കുന്നില്ല. ഇവിടെ സംസ്കൃതം സർവകലാശാലയുണ്ട്, അവിടെ സംസ്കൃതം ഒഴിച്ചു ബാക്കിയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് തമാശയ്ക്ക് പറഞ്ഞാണ്. സംസ്കൃതത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരു സർവകലാശാല ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ മലയാളം സർവകലാശാല എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് അത് സ്ഥാപിച്ചവർക്കോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തിക്കുന്ന ആളുകൾക്കോ വലിയ നിശ്ചയമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ പ്രധാനമായി അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി, കേരളത്തിന്റെ മുത്തശ്ശി യൂണിവേഴ്സിറ്റി ആയ കേരള സർവകലാശാല, അതുപോലെ മഹാത്മാഗാന്ധി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റികളാണ്. കേരളത്തിലുള്ള എല്ലാ സ്വകാര്യ കോളേജുകളും ഗവൺമെന്റ് കോളേജുകളും ഈ യൂണിവേഴ്സിറ്റികളോടെല്ലാം അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലുള്ളത്. അഭിലാഷ്, ഇന്ന് എന്താണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്ന് ദയവായി അഭിലാഷ് ഒന്ന് ആലോചിക്കണം. ഞാൻ ഇതിനെ ഒരു രാഷ്ട്രീയമായി വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നില്ല, കാരണം ഇവിടെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യാൻ പറ്റിയ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെല്ലാം, ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളെല്ലാം വളരെ കഷ്ടിച്ചാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. പരമ്പര അഭിലാഷ എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം. പരമ്പരാഗതമായ കോഴ്സുകൾ നടത്തുന്ന ഈ പറഞ്ഞതായിട്ടുള്ള അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് ഒരു 75% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള ഒരു സത്യം നമ്മുടെ മുൻപിലുണ്ട്. അതിന്റെ കാരണങ്ങളിലേക്കൊന്നും വിസ്തരിക്കുന്നില്ല. നമ്മളിവിടെ നിരന്തരമായി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പൊതുവേദികളിലും പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ ആരും ഇവിടെ നിൽക്കുന്നില്ല, അവര് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. ഒരു വിഭാഗം കുട്ടികൾ ഭാരിച്ച ലോൺ എടുത്തുകൊണ്ട് 40-50 ലക്ഷം രൂപ കിടപ്പാടം പോലും പണയപ്പെടുത്തിക്കൊണ്ട് വിദേശ സർവകലാശാല. ശ്രീ ജോർജ് സാർ, ഞാൻ ഇവിടെ ഒന്ന് ഇടപെടുന്നത്, താങ്കൾ ഈ പറയുന്ന ഒരു പോയിന്റിനുള്ള മറുപടി എന്ന നിലയിൽ കൂടിയാണല്ലോ ഈ സർവകലാശാലകളുടെ കടന്നുവരവിനെ വിലയിരുത്തുന്നത്. അതെ, അപ്പോൾ ഈ അതായത് പരമ്പരാഗതമായി ഇവിടെ നിൽക്കുന്ന എനിക്ക് അഭിലാഷ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയത്, പരമ്പരാഗതമായി ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സർവകലാശാലകൾ, പൊതു സർവകലാശാലകൾ പരാജയപ്പെടുന്നു എന്നതുകൊണ്ടാണോ ഈ പുതിയ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതെന്നാണോ അഭിലാഷ് പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യവും, ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ചതായിട്ടുള്ള ബഹുമാനപ്പെട്ട AESFന്റെയും KSUവിന്റെയും ഒക്കെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ ഇതൊരു ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അഭിലാഷ ഇതൊരു കച്ചവടമാണ്. ഇതിനകത്ത് ആർക്കാണ് വരാൻ സാധിക്കുന്നത്? ഞാൻ ഈ നിയമം ഡ്രാഫ്റ്റ് പൂർണ്ണമായി വായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിലെ എല്ലാ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നില്ല. അതിനകത്ത് പറയുന്ന ഒരു പ്രധാന വ്യവസ്ഥ, ഒരു സ്പോൺസറിംഗ് ഏജൻസി 25 കോടി രൂപ ഒരു ഫണ്ടായി ഡെപ്പോസിറ്റ് ചെയ്യുകയും 10 ഏക്കർ സ്ഥലവും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാം നടത്താവുന്ന സ്ഥാപനങ്ങൾ ഈ 10 ഏക്കർ ക്യാമ്പസിനകത്ത് നടത്താമെന്നാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. രണ്ടാമത്തെ ഒരു വ്യവസ്ഥയാണ്, ഇവിടുത്തെ പരമ്പരാഗതമായ സർവകലാശാലകളിൽ അല്ലെങ്കിൽ പൊതു സർവകലാശാലകളിൽ അവരുടെ നിലവിലിരിക്കുന്ന ചട്ടം അനുസരിച്ച് ഓഫ് ക്യാമ്പസ് സെന്ററുകളോ അല്ലെങ്കിൽ അവരുടെ ജിയോഗ്രാഫിക്കൽ ഏരിയയ്ക്ക് പുറത്തോ സെന്ററുകൾ നടത്താൻ പാടില്ല എന്നാണ് നിലവിലിരിക്കുന്ന ചട്ടങ്ങൾ അനുശാസിക്കുന്നത്. എന്നാൽ ഈ പുതിയ സ്വകാര്യ സർവകലാശാല ബില്ലിൽ യാതൊരു എളുപ്പമില്ലാതെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത്, അതിനപ്പുറമായി ഇന്ത്യക്ക് പുറത്ത് പോലും ഓഫ് ക്യാമ്പസ് ആൻഡ് ഓഫ് ഷോർ ക്യാമ്പസുകൾ തുടങ്ങാമെന്നാണ് ഈ പറയുന്ന ബില്ലിൽ. ആ പോയിന്റാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും പ്രധാനമായും ഉയർത്തി കാണിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതെ അഭിലാഷ്, അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പൊതു സർവകലാശാലകൾ എന്നൊക്കെ പറഞ്ഞാൽ, സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആളുകളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ട് പാവപ്പെട്ട വീടുകളിലെ കുട്ടികൾക്ക് പോലും പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന ഒരു സംവിധാനമാണ് ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അഭിലാഷെ കേരളം സാക്ഷരതയിൽ ഇന്നും ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളായി വരുന്നവരുടെ ശതമാനം മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും നമ്മൾ മുന്നിലാണ് അഭിലാഷെ.
അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനൊക്കെ ഒരു സൗകര്യമാണ് നാമമാത്രമായ ഫീസ് കൊടുത്ത് MSc PhD വരെ നേടാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഈ തരത്തിലുള്ള വിദേശ സർവകലാശാലകളുടെ സ്വഭാവത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് വരേണ്യവർഗത്തിനെ സംരക്ഷിക്കാൻ തക്ക രീതിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ കാണേണ്ട. യെസ്, എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ഷിജു ഖാൻ അതിന് മറുപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പൊരു ഇടവേള അനിവാര്യമാണ്. ഇപ്പോൾ ജോർജ് സാർ പറയുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ചേർത്ത് വെക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഞാൻ വളരെ പെട്ടെന്ന് ഷിജു ഖാനിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ഷിജു ഖാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവരാണ്, അഭിമാനം കൊള്ളുന്നവരാണ്. ഇപ്പോഴും കേരളം വിദ്യാഭ്യാസ രംഗത്തേറെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നതിൽ തർക്കമില്ല. അതേ സമയം തന്നെ നമ്മുടെ സർവകലാശാലകളിൽ കുട്ടികളുടെ കുറവുണ്ടാകുന്നു. പല എഞ്ചിനീയറിംഗ് കോളേജുകളും അടക്കം അടച്ചുപൂട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ ജോർജ് സാർ സൂചിപ്പിച്ച കാര്യം, ഇപ്പോൾ ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ പഠിച്ചാണ് ഈ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത് എങ്കിൽ പോലും എനിക്ക് ആ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തെയോ ഒന്നും സംബന്ധിച്ച് കൃത്യമായി അറിയില്ല. അവിടെയാണല്ലോ ജോർജ് സാർ പറഞ്ഞത്, ഒപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും പ്രസക്തമാകുന്നത്. ഒരു പക്ഷേ ഇത്തരം സർവകലാശാലകൾ കടന്നു വരുമ്പോൾ നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടേതായ സർവകലാശാലകൾ എനിക്കടക്കം തൊഴിൽ നൽകുന്ന തരത്തിലേക്ക് വളർത്തുന്ന അല്ലെങ്കിൽ ഒരു ജനറേഷന് കൃത്യമായി വാർത്തെടുത്തിട്ടുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ അത് അവതാളത്തിലാകാൻ സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞ് വെച്ച ശ്രീ A.V. ജോർജ് സാറ് വളരെ കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വം തന്നെയാണ് ഈ ചർച്ചയിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ തിരുത്തുകയാണ്. പക്ഷേ അദ്ദേഹം യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ്. കണക്കുകൾ പരിശോധിക്കാതെ, ആഗോള റാങ്കിങ്ങും NIRF അടക്കമുള്ള കണക്കുകൾ പരിശോധിക്കാതെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഒരു സംസ്ഥാനത്തെയും വിദ്യാഭ്യാസത്തെയും സർവകലാശാലകളെയും തള്ളിപ്പറയുകയാണ്. എന്താ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കണക്കുകൾ വെച്ച് സംസാരിക്കാം. പ്രതിവർഷം 6000 കോടി രൂപയാണ് വിദ്യാഭ്യാസ രംഗത്തെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളം ചെലവഴിക്കുന്നത്. അതുകൊണ്ടാണ് കേരള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികൾ NAC അക്രഡിറ്റേഷനിൽ A++ യോഗ്യതയാണ് നേടിയത്. A++ യോഗ്യത. കാലിക്കറ്റ്, കൊച്ചി സർവകലാശാലകൾ A+ യോഗ്യതകൾ നേടി. NIRF റാങ്കിങ്ങിൽ 3 സർവകലാശാലകൾ ദേശീയ വിദ്യാഭ്യാസ ഫ്രെയിംവർക്ക് NIRF റാങ്കിങ്ങിൽ കേരളത്തിലെ 3 സർവകലാശാലകൾ, കേരള യൂണിവേഴ്സിറ്റി 3-ാം സ്ഥാനം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10-ാം സ്ഥാനം, അങ്ങയെ പഠിപ്പിച്ച അവതാരകനായ അങ്ങ് തന്നെ ഓർമ്മിച്ച MG യൂണിവേഴ്സിറ്റി 11-ാം സ്ഥാനം കരസ്ഥമാക്കി. ഗ്ലോബൽ റാങ്കിങ്ങിൽ പരിശോധിച്ചാൽ ഏഷ്യയിൽ 88-ാം സ്ഥാനം കേരളത്തിലെ സർവകലാശാലകൾ കരസ്ഥമാക്കി. ഈ ഉന്നത വിദ്യാഭ്യാസ മികവ് കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണ നൈപുണ്യത്തിൻ്റെ കൃത്യമായ ഫലമാണ്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ഒന്നാമത്. രണ്ട് ദയവിത് കേൾക്കൂ. അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മറുപടി പറയണമല്ലോ. ഇവിടെ നിന്ന് പുറത്തേക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കുട്ടികളൊക്കെ പോവുകയാണ്. ഹയർ എഡ്യൂക്കേഷന് കുട്ടികൾ പോവുകയാണ്. ഇത് ജോർജ് സാറ് മാത്രമല്ല, കേരളത്തിലെ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 15 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാണ് വിദേശത്തേക്ക്? ചിലപ്പോൾ ഉയർന്ന സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ പോകും, അതല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പോകും, അതല്ലെങ്കിൽ അവിടെ തൊഴിലും ഗവേഷണവും ബന്ധിപ്പിക്കുന്ന ചില യൂണിവേഴ്സിറ്റികളിലേക്ക് അവർ പോകും. യാത്രാ ചെലവുകൾ കുറഞ്ഞിരിക്കുന്നു, പഴയ കാലഘട്ടമല്ല. ഭൂഖണ്ഡാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് അവരൊക്കെ പോകും. അതെല്ലാം നമ്മുടെ സർവകലാശാലകളുടെ അധപ്പതനമാണ് എന്നൊക്കെ സമർത്ഥിക്കാൻ സാമാന്യ ബുദ്ധി പോരാ. ഞാൻ ചോദിക്കട്ടെ, അവതാരകനായ അങ്ങയ്ക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കും ഒരു പോസ്റ്റ് ഡോക്ടറൽ കോഴ്സിന് വേണ്ടി യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് സെലക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ആ സെലക്ഷൻ സ്കോളർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എനിക്ക് പോകാൻ ഇഷ്ടമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങയ്ക്കും എനിക്കും താല്പര്യം ഉണ്ടാകുന്നത്? നമ്മുടെ സർവകലാശാലകൾ നമുക്കൊരു അടിത്തറ തന്നു, നമുക്ക് ബേസ് തന്നു. നിങ്ങളുടെ ഈ അടിത്തറയും അതിൻ്റെ ഭാഗമായി നമ്മൾ കെട്ടിപ്പൊക്കിയ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മികവുമുണ്ട്.
അതുകൊണ്ടാണ് യൂറോപ്പിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ശരി. അവിടെ പോകുമ്പോൾ നമ്മുടെ മെറിറ്റ് അവിടെ അംഗീകരിക്കപ്പെടും. അവിടുത്തെ അത് ഓക്സ്ഫോർഡ് ആകട്ടെ, കേംബ്രിഡ്ജ് ആകട്ടെ, മറ്റ് വിദേശ സർവകലാശാല ആകട്ടെ, അവിടെ അംഗീകരിക്കപ്പെടും. അത് നമ്മുടെ സർവകലാശാലയുടെയും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും മെറിറ്റാണ്. തീർച്ചയായും അത് ഞാൻ ഇടപെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നല്ലേ പ്രതിപക്ഷ നേതാവ് പറയുന്നതും അതല്ലേ ഇവിടെ ASFന്റെ നേതാവും പറഞ്ഞത്. അല്ല, ഈ ചർച്ചയിൽ ഉയർത്തുന്ന പ്രധാന തെറ്റിദ്ധാരണ എന്താ? പ്രധാന തെറ്റിദ്ധാരണ സ്വാശ്രയ വിഷയത്തിൽ ഞങ്ങളൊരു നിലപാടെടുത്തു, ഞങ്ങൾ ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കീഴ്മേൽ മറിഞ്ഞു എന്നാ. എന്താ സ്വാശ്രയ മേഖലയിൽ ഇവിടെ ഉണ്ടായത്? UDFന്റെ കാലത്ത് ഒരു നിയന്ത്രണവുമില്ല, ഒരു സാമൂഹ്യ നീതിയുമില്ല, ഒരു മെറിറ്റും ഇല്ല. ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കോളേജ് തുറന്നു കൊടുത്തു, എഞ്ചിനീയറിംഗ് കോളേജ് തുറന്നു കൊടുത്തു, മെഡിക്കൽ കോളേജ് തുറന്നു കൊടുത്തു, ഒരു സാമൂഹ്യ നിയന്ത്രണവും ഇല്ലാതെ തുറന്നു കൊടുത്തു. ഞങ്ങളുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നപ്പോ സ്വാശ്രയ നിയമം ഇവിടെ കൊണ്ടുവന്നു, കടിഞ്ഞാനിട്ടു, സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവന്നു. അങ്ങനെ സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവന്ന് സ്വാശ്രയ മേഖലയിൽ സാമൂഹ്യ നിയന്ത്രണം ഞങ്ങൾ ശ്രമിച്ചു. സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരണ്ടേ? ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ സാമൂഹ്യ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. അതാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മൈതാന പ്രസംഗം നടത്താൻ അറിയാവുന്നവരാണ്. ഈ പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രസംഗം നടത്താൻ ഈ ചർച്ചയെ ആ തരത്തിലാക്കിക്കൊണ്ട് വരരുത്. ഇവിടെ രാഷ്ട്രീയം പറയാനല്ല വന്നിരിക്കുന്നതെന്ന് പറയുകയും ഈ മൈതാന പ്രസംഗം നടത്തുകയും ചെയ്താൽ എന്തുകൊണ്ടാണ് ജോർജ് സാർ പറഞ്ഞപ്പോൾ ഷിജു ഖാൻ അതിലൊരൽപ്പം രാഷ്ട്രീയം തോന്നി, അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ച് രാഷ്ട്രീയം പറയുന്നത്. അല്ല, ജോർജ് സാർ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. ആങ്കറായ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ജോർജ് സാറ് CPM വിരുദ്ധതയുടെയും ഇടതുപക്ഷ വിരുദ്ധതയുടെയും അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളാണ്. നിങ്ങൾ വിദ്യാഭ്യാസ വിചക്ഷണം എന്നല്ലേ അവതരിപ്പിക്കുന്നത്? കോൺഗ്രസിന്റെ നിലപാടുകൾ ദീർഘകാലമായി കേരളത്തിൽ അവതരിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ പാനൽ ഗസ്റ്റിന്റെ അധ്യാപകൻ കൂടിയായിരുന്നു, അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതിൽ ടെക്നിക്കലി തെറ്റുണ്ടെങ്കിൽ ഡോക്ടർ ഷിജു ഖാൻ അദ്ദേഹം പറഞ്ഞതിൽ ടെക്നിക്കലി തെറ്റുണ്ടെങ്കിൽ അത് തീർച്ചയായും താങ്കൾക്ക് പറയാം. പക്ഷേ നമ്മുടെ സർവകലാശാലകളുടെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് UDFന്റെ അനുകൂലിയാണ് ദീർഘകാലമായി. ശരി, പക്ഷേ ഡോക്ടർ ഷിജു ഖാൻ അദ്ദേഹം പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ടല്ലോ. ഇവിടുത്തെ സർവകലാശാലകളുടെ നിരവധി കോഴ്സുകളിലെ സീറ്റുകൾ പ്രസംഗം മോശപ്പെട്ട കാര്യമല്ല. ഇവിടെ സ്വകാര്യ സർവകലാശാലകളെ സംബന്ധിച്ച് ക്യാപ്സ്യൂളുമായിട്ട് വന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ അപലപനീയമായ ശ്രീ ജോർജ് സാറെ, ക്യാപ്സ്യൂൾ അല്ല സാറേ. ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് 100-ലധികം ലേഖനങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ക്യാപ്സ്യൂൾ അല്ല. മലയാളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് മാതൃഭൂമിയിലും കേരള കൗമുദിയിലും ദേശാഭിമാനിയിലും അടക്കം നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാറേ. സാറ് 40 വർഷത്തിന്റെ അനുഭവം പറയുമ്പോ കുറഞ്ഞത് 10-20 വർഷക്കാലമായി ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരു എളിയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. അങ്ങ് 40 വർഷത്തിന്റെ മാഹാത്മ്യം പറഞ്ഞപ്പോ അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചും പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചും മനസ്സിലാക്കുന്ന ആള് തന്നെയാണ് സാറേ ഞാൻ. അതുകൊണ്ടാണ് ന്യൂസ് 18 എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ചത്. ഞാൻ ആക്ഷേപിച്ചില്ല. അങ്ങേ ആക്ഷേപിച്ചില്ല. പച്ചക്കള്ളമാണ്. അല്ല, അങ്ങ് 75% സീറ്റുകൾ കേരളത്തിലെ കോളേജുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞു. പച്ചക്കള്ളമല്ലേ? അവതാരകൻ ഇടപെട്ടോ? അവതാരകൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ചോദ്യം ചെയ്യണ്ടേ? 75% സീറ്റുകൾ കേരളത്തിലെ കോളേജുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ? യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദമടക്കം നേടിയത് എന്ന് പറഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് തന്നെ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. എത്ര സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നത് സാങ്കേതികമായും എനിക്കറിയില്ല. അദ്ദേഹം 75% എന്ന് പറയുമ്പോൾ പക്ഷേ കുട്ടികളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നതും കേരളത്തിലെ സർവകലാശാലകളിലെ പല കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾ കുറവാണ് എന്നുള്ളതും ഞാൻ പഠിച്ച വിദ്യാലയത്തിലടക്കം ഈ കുറവുണ്ട് എന്നുള്ളതും എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ കണക്ക് താങ്കൾ പറയുന്നത് പോലെ 75 ആണോ 65 ആണോ എന്നൊന്നും നിങ്ങൾക്ക് എങ്ങനെ ഉത്തമ ബോധ്യം ഉണ്ടാവും?
ഞാൻ പഠിച്ച അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഞാൻ പഠിച്ച കോളേജിന്റെ പേര് അടക്കം ഞാൻ പറയാത്തത് ആ കോളേജിനെ കുറിച്ച് പരാമർശിക്കേണ്ടതില്ല. പക്ഷേ പല കോഴ്സുകൾക്കും കുട്ടികളില്ല എന്നുള്ളത് വസ്തുതയല്ലേ? എന്ന് താങ്കൾ പറയാൻ സാധിക്കുമോ? ചീഫിനോട് പറ, നിങ്ങളുടെ കണക്ക് കാണിക്കാതെ നിങ്ങളുടെ ഉത്തമബോധ്യം എങ്ങനെ ശരിയാകും? ഞാൻ ഉത്തമബോധ്യത്തിൽ പറഞ്ഞില്ല. 75% സീറ്റുകൾ കേരളത്തിലെ കോളേജുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് ഒരാൾ വന്ന് പച്ചക്കള്ളം പറയുമ്പോൾ നിങ്ങൾ അതിനടിയിൽ ശരിയാണെന്ന് പറയണം. അതെങ്ങനെ ശരിയാകും? അതിന് കഴിയും. കേരളത്തിലെ കുറിച്ച് അറിയില്ലെങ്കിൽ കണക്ക് പരിശോധിക്കണം. അതെ, അതാണ് ഞാനും പറഞ്ഞത്. അതാണ് കേരളത്തിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞത് എന്താ, താങ്കൾ പറയുന്നത് 75% ജോർജ് സാറിന്റെ കണക്കാണ് പറയുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പോസ്റ്റ് ഡോക്ടറൽ അതെന്തുകൊണ്ടാ? അത് ഇവിടുത്തെ വിദ്യാഭ്യാസം മോശമായതുകൊണ്ടല്ല. എനിക്കും നിങ്ങൾക്കും ഒരു സിറ്റുവേഷനിൽ മത്സരിക്കാനുള്ള മത്സരക്ഷമത നിങ്ങളുടെ നിഗമനം തെറ്റാണ്. ഇവിടെ നിന്ന് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ JNUവിലേക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. താങ്കൾ പറഞ്ഞല്ലോ 15 ലക്ഷത്തിന്റെ ഒരു കണക്ക്. ചോദ്യം കേരളത്തിന് പുറത്ത് നിന്ന് പോകുന്നവർ ഇതുപോലെ തന്നെ പഠിച്ചിട്ട് പോകുന്നവരല്ലേ? അപ്പൊ അവിടെയും മികവുള്ള വിദ്യാഭ്യാസം തന്നെയല്ലേ നടക്കുന്നത്? അതുകൊണ്ടല്ലേ അവർക്കും പോകാൻ സാധിക്കുന്നത്. ദയവിത് കേൾക്കൂ, നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടാൽ മനസ്സിലാകില്ല. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ തെറ്റായ വിവരങ്ങൾ പറയുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒഴുക്കാണെന്നൊക്കെ കള്ള പ്രചരണം ഇവിടെ പലരും അടിച്ചുവിടുന്നുണ്ടല്ലോ, ഒഴുക്കാണെന്ന്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേർ വിദേശത്തേക്ക് പോകും. കേരളത്തിൽ നിന്നും കേരളത്തിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ടല്ലോ, യമനിൽ നിന്ന് വരുന്നുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ടല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ പറയാം, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു. അതെന്തുകൊണ്ടാ? അതൊരു ഇന്റർനാഷണൽ സാഹചര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇതൊന്നും അറിയില്ല. പറയുന്നത് പോലെ രണ്ട് പാനലിസ്റ്റുകൾ കൂടിയുണ്ട്. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സമയം അനുവദിച്ചേ പറ്റൂ. ശ്രീ ദർശിത്ത്, ഇവിടെ ഇതാ ഇടതുപക്ഷത്തിന്റെ നേതാവ് തന്നെയായിട്ടുള്ള ഷിജു ഖാനാണ് ഈ കണക്കൊക്കെ പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്ക് പെർസെൻറ്റേജ് കണക്കിൽ അറിയില്ല, പക്ഷേ ബോധ്യമുള്ള കാര്യം തന്നെയാണ് സർവകലാശാലകളിൽ നിന്നടക്കമുള്ള കൊഴിഞ്ഞുപോക്ക്. താങ്കളും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇക്കാര്യങ്ങളിൽ ബോധ്യമുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഞാനതിൻ്റെ പെർസെൻറ്റേജ് കണക്ക് തന്നെ പറഞ്ഞുതരാം. 2024-2025 അധ്യയന വർഷത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു നിയമസഭയിൽ നൽകിയ കണക്കാണ് ഞാൻ പറയുന്നത്. 13,974 സീറ്റ് UG സീറ്റുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഒഴിഞ്ഞുകിട. ഏതാണ്ട് 40%, ആകെ സീറ്റിൻ്റെ 40% കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഒഴിഞ്ഞു കിടക്കുന്നു. ഈ 70% കണക്കൊന്നും എനിക്കറിയില്ല കൃത്യമായിട്ട്. ഞാൻ കൃത്യമായ കണക്കാണ് പറയുന്നത്, അത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അപ്പോൾ ഈ 40% സീറ്റ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധിയൊന്നുമല്ല. അതിനോടൊന്നും എനിക്ക് യോജിക്കാനും പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഷിജു ഖാൻ പറഞ്ഞതുപോലെ, ഏറ്റവും നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റും ഏറ്റവും ഉയർന്ന രീതിയിൽ നല്ല മൂല്യമുള്ള വിദ്യാഭ്യാസം നൽകുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും എയ്ഡഡ് കോളേജുകളാണെങ്കിലും ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികളുടെ വലിയ തോതിലുള്ള ഒഴുക്ക് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിലവാരമില്ലായ്മയോ ഒന്നുമല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്തുകൊണ്ട് അവിടെ ജോലി കൂടെ സംഘടിപ്പിക്കുവാനും
പിന്നീട് അവിടെ ജീവിതം തന്നെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. ആ സാമൂഹിക സാഹചര്യവും സാമൂഹിക സുരക്ഷിതത്വവും കണ്ടുകൊണ്ടാണ് ഒരു മിനിറ്റ് എനിക്ക് തരണം വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് കുടിയേറുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കുടിയേറ്റത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും? ഈ ഒരു പ്രതിസന്ധിയെ, വലിയ രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിനെ എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാൻ കഴിയുക? സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചതിനെ കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിലവാരത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവുന്നതാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. കേരളത്തിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്കകത്ത്, കോളേജുകൾക്കകത്ത് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ വിദ്യാർത്ഥികൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പുവരുത്താൻ കഴിയുന്ന നൂതനമായ കോഴ്സുകൾ ആവിഷ്കരിക്കുക, ആ കോഴ്സുകൾ നടപ്പിലാക്കുക. അതോടൊപ്പം തന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ പോലുള്ള തൊഴിൽ ലഭ്യമാവാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉറപ്പുവരുത്തി. ഇതൊക്കെയല്ലേ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന എൻ്റെ AESFൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന നിലയിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ച് ഒരു വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഒരു ചർച്ചയും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വന്ന് പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കകത്ത്, കോളേജുകൾക്കകത്ത് പുതിയ കോഴ്സുകൾ, പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കോഴ്സുകൾ വരണം. വിദ്യാർത്ഥികൾക്ക് ജോലി കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കണം. അവർ ആഗ്രഹിക്കുന്ന പുതിയ കാലത്തെ പുതിയ ജനറേഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹിക സാഹചര്യം ഉറപ്പുവരുത്തണം. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് പറയാനുള്ളത്. റൈറ്റ്. എന്തായാലും നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കണം. ശ്രീ ഷമാസ്, ഇവിടെ AESFും ഈ VD സതീശൻ്റെ വാക്കുകളോട് ഏതാണ്ട് ചേർത്ത് വെക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ ദർശിത്ത് പറഞ്ഞു തുടങ്ങിയത് എല്ലാം ചെയ്യുന്ന സർക്കാരാണ് ഇടത് സർക്കാർ, എന്തായാലും ആ സർക്കാരിൻ്റെ പോരായ്മ കൊണ്ടല്ല കുട്ടികൾ പോകുന്നത് എന്ന് പറയുമ്പോഴും 40% ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള നടപടിയാണ് ആ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്നും ദർശിത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെയാണല്ലോ VD സതീശനടക്കം പറയുന്ന പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. പക്ഷേ KSUവും വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അല്ല, ഇവിടെ ശ്രീ അഭിലാഷ്, താങ്കൾ ഇവിടെ പറഞ്ഞു തുടക്കത്തിൽ മുതൽ സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന് എടുത്തിട്ടുള്ള ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡ്, ഇന്നിപ്പോൾ ഈ വിദേശ സർവകലാശാല സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ അതോടൊപ്പം തന്നെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചില 2 പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്. കേരളത്തിലെ സർവകലാശാല ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ ചില ആശങ്കകൾ കൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഷിജു ഖാൻ ഇവിടെ പറഞ്ഞല്ലോ, ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിച്ചു. എന്തിനാ ഇവർ ഈ പറഞ്ഞ പണം ചെലവഴിച്ചത്? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാരത്തിന് വേണ്ടി, അതിൻ്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണോ? കേരളത്തിൽ CPM നേതാക്കന്മാർക്ക്, ഈ പറയപ്പെട്ട ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഈ CPM നേതാക്കന്മാരുടെയും അവരുടെ ബന്ധുക്കൾക്കും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ, അവർക്ക് നിയമനങ്ങൾ നേടിക്കൊടുക്കാൻ, പാർട്ടി നിയമനങ്ങൾ നടത്താൻ, ബന്ധു നിയമനങ്ങൾ നടത്താൻ, ഈ പറഞ്ഞ ഡിഗ്രി ഇല്ലാത്തവന് PG കൊടുക്കാൻ, അതിന് വ്യാജ അഡ്മിഷൻ നൽകാൻ, സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് കൊടുക്കാൻ, ഈ പറഞ്ഞ തോന്നിവാസങ്ങളൊക്കെ ഇവർ കാട്ടിക്കൂട്ടിയിട്ട് CPMൻ്റെയും പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടിയിട്ട് പറയുകയാണ് ഇതാ ഉന്നത വിദ്യാഭ്യാസ മേഖല മഹത്തായ നിലവാരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന്. എത്രത്തോളം ജാള്യതയോട് കൂടിയിട്ടാണ് ഇവർ ഈ കണക്കുകളെല്ലാം മറച്ചു വെക്കുന്നത്. ഈ പറഞ്ഞ കണക്കിൻ്റെ കാര്യം പറഞ്ഞ് സൂചിപ്പിച്ചല്ലോ, ഈ പറയപ്പെട്ട ഷിജു ഖാന് പറയാൻ വേണ്ടി കഴിയുമോ? കേരളത്തിലെ സർവകലാശാലയിൽ കണ്ണൂരും കാലിക്കറ്റും കേരളയും MGയും ഉൾപ്പെടെ മുഴുവൻ സർവകലാശാലകളിലും എണ്ണി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. സർക്കാരിൻ്റെ കയ്യിൽ കണക്കിൽ എന്തേ പറയാത്തത്? ഈ പറഞ്ഞ ഷിജു ഖാൻ ഇപ്പോൾ കണക്കിൻ്റെ പേര് 75 ആണോ 60 ആണോ 40 ആണോ എന്ന് പറഞ്ഞ് തർക്കിച്ചല്ലോ. താങ്കളുടെ കയ്യിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള കണക്കുണ്ടോ? ഇതാ സീറ്റിൻ്റെ എണ്ണത്തിൽ കുറവില്ല, ഇത്രയധികം സീറ്റുകൾ വർദ്ധിച്ച് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ തൽസ്ഥിതി തുടരുന്നു എന്നത് സംബന്ധിച്ച് പറയാൻ അങ്ങയുടെ കയ്യിൽ കണക്കുണ്ടോ? ഇതൊന്നും ഇല്ലാതെ എന്തെങ്കിലും വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ ഇങ്ങനെ രാഷ്ട്രീയ ആരോപണമാണ്, പ്രതിപക്ഷത്തിൻ്റെ നാവായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ ആളുകൾ അധിക്ഷേപിക്കുന്നതിന് പകരം കൃത്യമായി വസ്തുതകൾ മനസ്സിലാക്കി ഈ പറഞ്ഞ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത, നിങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, നിങ്ങൾ പാട്ടുപാടി പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞ് പുഷ്പൻ്റെ മുമ്പിൽ പോയി പാട്ടുപാടിയ
ആ രീതിയൊക്കെ നിങ്ങളിപ്പോൾ തിരുത്തേണ്ടി വന്നു എങ്കിൽ, ഞങ്ങൾ ഇതൊക്കെ മുമ്പേ പറഞ്ഞതാണ്, കേരളത്തിൽ ഇന്ന പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ ASF നേതാവിന് തന്നെ പറയേണ്ടി വന്നല്ലോ, ഇതൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഇവിടെ തൊഴിലില്ല. എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകേണ്ടി വരുന്നത്? തൊഴിൽ കൂടെ ലക്ഷ്യമിട്ടിട്ടാണ്. ഇതെല്ലാം അരങ്ങേറും നിങ്ങളിങ്ങനെ ഭരിച്ച് സുന്ദര സുലഭിതമാണ്, നവകേരളമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്തൊക്കെ മാറ്റം വരണം. സർവകലാശാലകളിൽ കയ്യേറാൻ നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, VC-യുടെയും ഈ പറഞ്ഞ മറ്റെല്ലാ തരത്തിലുള്ള അധികാരങ്ങളെയും വെട്ടിച്ചുരുക്കുന്നതിന് വേണ്ടി, ഈ പാർട്ടി കൈകടത്തൽ കൃത്യമായി സർവകലാശാലകളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി, അത് പാർട്ടി ഭരണത്തിലേക്ക് സർവകലാശാലകളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഭേദഗതി ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ആ രീതിയിലേക്ക് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വീണ്ടും തകർക്കാൻ ഒരു വശത്ത് നീക്കം നടത്തുമ്പോൾ, മറ്റൊരു വശത്ത് ഈ പറയപ്പെട്ട സ്വകാര്യ സർവകലാശാലകളുടെ പേരിൽ കച്ചവട താല്പര്യവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ചില ക്ലോസുകളുണ്ട്. 25 കോടിയും 10 ഏക്കർ സ്ഥലമൊക്കെ പറഞ്ഞു. ഈ 10 ഏക്കർ സ്ഥലമൊക്കെ നിലവിലുള്ള കോളേജുകൾ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അങ്ങനെ എന്തൊക്കെ വെള്ളം ചേർക്കലുകൾ ഈ നിയമത്തിൽ വരുത്താൻ കഴിയുമോ, ഈ ബില്ലിൻ്റെ ഭാഗം ഉയർത്തിയിട്ടുള്ള ക്ലോസുകളിലെല്ലാം വെള്ളം ചേർക്കലുകളുണ്ട്, കച്ചവടത്തിനുള്ള താല്പര്യങ്ങളുണ്ട്. അതുതന്നെയാണ് CPM-ന്റെ ലക്ഷ്യം. ഗസ്റ്റ് അധ്യാപക നിയമനം മുതൽ ഈ പറഞ്ഞ സർക്കാർ കോളേജുകളും യൂണിവേഴ്സിറ്റികളും മറ്റ് അധ്യാപക നിയമനങ്ങളും ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെയും മറവിൽ ഉൾപ്പെടെ കച്ചവടം നടത്താൻ, വിൽപ്പന ചരക്കാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റാനുള്ള അവസാന നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പടിയിറങ്ങാൻ പോകുമ്പോൾ, കേരളത്തിൻ്റെ ഭരണത്തിൽ നിന്ന് LDF-നെ വലിച്ച് ജനങ്ങൾ പുറത്തിടാൻ പോകുമ്പോൾ ഈ തീരുമാനം, ഈ മാനസാന്തരവുമായിട്ട് LDF രംഗത്ത് വരുന്നത്. അല്ലാതെ ഇവരുടെ സതുദ്ദേശമോ വിശാലമായ കാഴ്ചപ്പാടോ ഒന്നും അല്ല ഇതിലൂടെ പ്രകടമാകുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ കച്ചവട താല്പര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നഖശികാന്തം ഞങ്ങൾ അതിനെ എതിർക്കുന്നു. UDF-ന്റെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് എന്താ? വിദേശ സർവകലാശാലകൾ കൂടിയാണ്, വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന വിദേശ സർവകലാശാലകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലാണ് ആ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. അന്ന് അതിനെ TP ശ്രീനിവാസിന്റെ കരണത്തടിച്ച് എതിർത്ത ആളുകളാണ് ഇന്നിപ്പോ ഈ തോന്നിയവാസത്തിന് മുഴുവൻ കൂട്ടുനിൽക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഷിജു ഖാൻ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. പക്ഷേ ശ്രീ AG ജോർജ്, ആകെ 1 മിനിറ്റ് താങ്കൾക്ക് സംസാരിക്കാം. ഒരേ 1 മിനിറ്റ് സമയപരിമിതിയുണ്ട്. അഭിലാഷ്, ഈ എന്റെ കണക്കിനെ സംബന്ധിച്ച് ഷിജു ഖാന് വലിയ പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പോകുന്ന കുട്ടികളെല്ലാം അങ്ങ് സൂപ്പർ സ്പെഷ്യാലിറ്റി റിസർച്ചിനാണ് പോകുന്നതെന്ന്. ശുദ്ധ അസംബന്ധമല്ലേ ഈ പറയുന്നത്? 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണോ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പോകുന്ന കുട്ടികൾ? അതിൽ എത്ര പേർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെന്നുള്ള കണക്കൊന്ന് വെക്കാമോ? ചുമ്മാതെ എവിടുന്നെങ്കിലും എഴുതി കൊടുക്കുന്ന കടലാസം കൊണ്ടുവന്ന് മൈതാന പ്രസംഗം നടത്തുന്ന ചർച്ചയായിട്ട് ഈ ചർച്ച ആഹ്വാനങ്ങളൊന്നും പുറപ്പെടുവിക്കണ്ട. അതല്ല ജോർജ്, ശ്രീ ജോർജ് സാറ്, അത്തരം ആക്ഷേപങ്ങൾ അതൊക്കെ നിങ്ങൾ ആങ്കർ ഇടപെടണം. ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല. 40% വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനത്തുള്ളവരായിരിക്കണം എന്ന് അതിനകത്ത് വ്യക്തമായ നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അഭിലാഷൊരു കാര്യം ഓർക്കണം, സ്വകാര്യ സർവകലാശാലകളുടെ അഡ്മിഷൻ എല്ലാം നടത്തുന്നത് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അവർ അങ്ങേയറ്റം യോഗ്യതയുള്ള കുട്ടികളെ മാത്രം എടുത്തെങ്കിൽ മാത്രമേ അവരുടെ വിജയ ശതമാനം ഉയർന്നു കാണുകയും അതോടൊപ്പം തന്നെ വിദേശ സർവകലാശാലകൾ ഇവർക്ക് അംഗീകാരം കൊടുക്കുകയും ചെയ്യൂ. അങ്ങനെ വരുമ്പോൾ 40 കുട്ടികളുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ 40% 16 പേര് പോയിട്ട് ഉള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കാവൂ എന്നൊക്കെ പറഞ്ഞാൽ ഏത് സർവകലാശാലയാണ് അഭിലാഷെ പ്രായോഗിക ബുദ്ധിയോടുകൂടി വളർത്തുന്നത്? അപ്പൊ വിവേകവും സാമാന്യ ബുദ്ധിയുള്ളവരാരും ഈ പറയുന്ന സ്വകാര്യ സർവകലാശാലകളെ ഈ കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ ഈ പറഞ്ഞോണം സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞോണം മീഡിയം സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ് ലക്ഷം കോടിയൊക്കെ അവര് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ എമെന്നും ഉഗാണ്ടയിൽ നിന്നും വരുന്നു, ക്യൂബയിൽ നിന്നും വരുന്നുണ്ടായിരിക്കാം. ഏതായാലും ഈ തരത്തിലുള്ള അസംബന്ധം പറഞ്ഞുകൊണ്ട് സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് തരണം. ഞാൻ പറയുന്നത്, ഇവിടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന കുപ്പായം കൊടുത്തുകൊണ്ടാണ് ന്യൂസ് 18 ഈ ചർച്ചയെ പങ്കെടുപ്പിക്കുന്നത്. അല്ല, അങ്ങ് ഇടപെടല്ലേ? അങ്ങനെയാണെങ്കിൽ ചർച്ച 2 മിനിറ്റ് എനിക്ക് കൺക്ലൂഡ് ചെയ്യണ്ടേ? ജനാധിപത്യ മര്യാദ കാണിക്കണം. ന്യൂസ് 18 തെറ്റായ കാര്യമാണ്.
ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വിശദീകരിക്കാൻ AISF നേതാവിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ അത് വിശദീകരിക്കും. AISFന്റെ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റിന്റെയും നിലപാടൊന്നുമല്ല, അത് LDFന്റെ നേതാക്കന്മാർ വിശദീകരിക്കും. മൂന്നാമത്തെ കാര്യം, ഈ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ച മാറ്റങ്ങളെ മുഴുവൻ മറച്ചുവെക്കാനും കൂട്ടക്കൊഴിഞ്ഞുപോക്കാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് വരുത്താനും ഇവിടെ പലരും ശ്രമിക്കുകയാണ്. ഇവിടെ കൊഴിഞ്ഞുപോക്കൊന്നുമല്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചില പ്രത്യേക കോഴ്സുകളോട് ഒരു പ്രത്യേക കാലയളവിൽ ആളുകൾക്ക് മമത തോന്നും. ഇപ്പോൾ നഴ്സിംഗിന് നല്ല ഡിമാൻഡാണ്. അപ്പൊ BSc ഫിസിക്സോ BSc കെമിസ്ട്രിയോ എടുക്കുന്നതിന് പകരം നഴ്സിംഗിലേക്ക് ആളുകൾ പോകും. അതിന്റെ അർത്ഥം എന്താ? പരമ്പരാഗത കോഴ്സുകൾ മുഴുവൻ തകർന്നുവെന്നാണോ? ഇതൊന്നും കണക്കറിയാതെ സംസാരിക്കുകയാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറയുമ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ഉണ്ട്. അഗ്രികൾച്ചർ മിനിസ്റ്ററോട് ചോദിക്കുക. അത് CPIയുടെ നേതാവല്ലേ, അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. അതോടൊപ്പം വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കണക്ക് ചോദിക്കണം, വെറ്റിനറി മിനിസ്റ്ററോട് ചോദിക്കണം. അത് CPIയുടെ നേതാവാണ്, അദ്ദേഹം വിശദീകരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇതൊന്നും ഈ ചർച്ചയിൽ ആളുകൾ പങ്കെടുക്കുന്നത്. അങ്ങനെ കൂട്ടക്കൊഴിഞ്ഞു പോക്കൊന്നും കേരളത്തിൽ നടക്കുന്നില്ല. കള്ളക്കണക്കുകൾ നിരത്തി നമ്മുടെ വിദ്യാഭ്യാസത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഏത് റിട്ടയർഡ് പ്രൊഫസറെ തീർച്ചയായും ഷിജു ഖാൻ, നമുക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചും ഏതൊരാൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തെ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നല്ല, ഒരു സാധാരണ പൗരനായി കണ്ടാൽ അങ്ങനെ അഭിപ്രായം പറയാം. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷേ താങ്കൾ പറയുന്ന അഭിപ്രായങ്ങളും അതും തീർച്ചയായും മറ്റ് ചുമതലക്കാരോട് ചോദിച്ചാൽ അറിയാം അതെങ്ങനെ സാധാരണ പൗരനാകും. കോൺഗ്രസിന് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം എനിക്ക് ലഭിച്ചു. എനിക്ക് നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് അതിന് മുതിരുന്നത് ശരിയല്ല. ശരി. എന്തായാലും വളരെയധികം നന്ദി. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിനോട് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPIഎമ്മിന് യോജിപ്പില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റു മാർഗമില്ല എന്നായിരുന്നു ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ പ്രതികരിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഷയം വീണ്ടും ചർച്ചയ്ക്ക് എടുത്തത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.